മംഗലാപുരം സൈഡിൽ സാമ്പാറല്ല, രസമാണ് മുഖ്യം. കടലമാവ്, തൈര്, മഞ്ഞള് ഇട്ടിട്ട് ഇപ്പൊ എന്താ പറയാ മുളകും ഇഞ്ചിയൊക്കെ ഇട്ടു. അപ്പൊ രണ്ട് ഐറ്റം റെഡിയാണല്ലോ. രണ്ടും റെഡി. കട്ട് സാറ് ആൻഡ് കടലക്കടി. ഹായ്, ഹലോ, നമസ്കാരം ആൻഡ് വെൽക്കം ടു രാജേഷ് ഷിപ്പാർസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. റിവെഞ്ച് എന്ന് പറയുന്ന സിനിമ മൊത്തമായി തീർത്ത് അവിടുന്ന് നേരെ ഉപ്പുമുളകിന് പോയിട്ട് അവിടുത്തെ ഒരു ഷെഡ്യൂളും തീർത്ത് വീട്ടിലെത്തിയിരിക്കുകയാണ്. വീട്ടിലെത്തിയ എല്ലാവർക്കും അറിയാം ഹൈലൈറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡ് തന്നെയാണ്. അപ്പോൾ അമ്മ നേരത്തെ ഒരു കഞ്ഞിവെള്ളം കൊണ്ടൊരു രസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നല്ല പ്രതികരണമാണ് കിട്ടിയത്. അതിൽ കുറേ ചോദ്യങ്ങൾ വന്നിരുന്നു. ആ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരവാണ് ഈ എപ്പിസോഡ്. ചോദ്യങ്ങൾ വന്നിരുന്നത് അതിൽ വലിയൊരു ലിസ്റ്റ് അമ്മ വായിച്ചിരുന്നു. നമ്മൾ ചെയ്യുന്ന രസങ്ങൾ, അതായത് മംഗലാപുരം സൈഡിൽ സാമ്പാറല്ല, രസമാണ് മുഖ്യം, ഈവൻ സദ്യകൾക്കൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് ഒരു രസമല്ല, ഒരുപാട് ടൈപ്പ് രസങ്ങളുണ്ട്. അപ്പോൾ അതിലൊരു ചോദ്യം വന്നത് ബാക്കിയുള്ള ഏതെങ്കിലുമൊക്കെ വെറൈറ്റി കാണിച്ചുകൂടെ എന്നുള്ളത്. അപ്പോൾ അന്നത്തെ വളരെ എളുപ്പമാണെന്നും അത് ചെയ്ത് ട്രൈ ചെയ്തു എന്നും ഒരുപാട് ആൾക്കാർ, എൻ്റെ സുഹൃത്തായ യൂട്യൂബറും ആക്ട്രസും ഒക്കെ ഡാൻസറും എല്ലാം ആയ ശ്രീല നല്ലയിടം ട്രൈ ചെയ്തിട്ട് അവരുടെ ഡാൻസ് സ്റ്റുഡൻസിനൊക്കെ കൊടുക്കുകയും അതെന്നോട് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ അതുപോലെ സിമ്പിളായിട്ടുള്ളൊരു രസം ഇപ്രാവശ്യം ട്രൈ ചെയ്യാമെന്നാണ് അമ്മ പറഞ്ഞത്. അതെന്താണെന്നുള്ളത് അമ്മയോട് തന്നെ പോയി സംസാരിക്കാം. ഈ പ്രാവശ്യവും ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെയിൻ ഡിഷാണ് കാണിക്കാൻ പോകുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കളിക്കാനുള്ളത് ഒരു ചെറിയ സൈഡ് ഡിഷും, വിച്ച് ഈസ് ഓൾസോ വെരി സിമ്പിൾ. വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് ഡിഷസാണ് കാണിക്കാൻ പോകുന്നത്. ഇന്നത്തെ ഡിഷസ് കട്ട് സാറ്. കട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഷയിലെ പരിപ്പ് തളിപ്പിക്കില്ലേ, തളിപ്പിച്ചപ്പോൾ അതിൻ്റെ മുകളിലത്തെ വെള്ളമാണ് കട്ട് എന്ന് പറയണത്. അത് എടുത്തിട്ട് താഴെയുള്ള പരിപ്പിനെ നമ്മൾ സാമ്പാറിലേക്ക് യൂസ് ചെയ്യും. പക്ഷെ ഞാനിവിടെ ചെയ്യുന്നത് കട്ട് സാരെന്ന് പറയുമ്പോൾ കുറച്ച് പരിപ്പും എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട്, ഇവിടെ വീട്ടിലെ എല്ലാവർക്കും കുറച്ച് തിക്കാണ് ഇഷ്ടം, വളരെ ഡൈല്യൂട്ട് ഇഷ്ടമല്ല, അങ്ങനെയാണ്. ഇനിയൊരു സാധനം കടലക്കടി എന്നാണ് ഞങ്ങളുടെ ഭാഷയിൽ പറയണത്. ഈ കടലമാവില്ലേ അതുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ചെറിയ കറിയാണ്. അത് നോർത്ത് ഇന്ത്യയിലെ കടി പക്കോട അങ്ങനെയൊക്കെ കുറേ ഡിഫറെൻറ്റ് വേല, അതിൽ കുറച്ച് മസാലയും ഡിഫറെൻ്റാണ്. ഞങ്ങളുടെ വളരെ സിമ്പിളായിട്ടുള്ള ഈ കട്ട് സാറുടെ കൂടെ കളിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കടലക്കടി. ഈ രണ്ട് ഐറ്റംസാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്, കട്ട് സാറ് ആൻഡ് കടലക്കടി. ആദ്യം കട്ട് സാറ് തുടങ്ങാം നമുക്ക്. ഐറ്റംസ് ഇവിടെ ഉണ്ട്. മെയിൻ ഐറ്റം തുവർ ദാൽ, ഇത് പരിപ്പ്, തോരൻ പരിപ്പ്, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, കൊത്തമല്ലി തല, നാരങ്ങ, ഉപ്പ്, കായം, നെയ്യ്, കടുക് ആൻഡ് മുളക്. അത് സീസൺ ചെയ്യാനുള്ളത് അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ആദ്യം ഇത്, ഞാൻ സാധാരണ വർക്കിംഗ് ആയതുകൊണ്ട് പരിപ്പ് ഇങ്ങനെ വേവിച്ചിട്ട് കുറച്ച് ഉള്ളിൽ വയ്ക്കും. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് തിരക്കുള്ള ദിവസമായിരുന്നു. ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് ഞാൻ പോയിട്ട് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വന്നതും ഇതിപ്പോൾ ചെയ്യാൻ വീട്ടിൽ നിറയെ ആളുണ്ട്, ഒരു ഐറ്റം വേഗം ചെയ്യാൻ എനിക്ക്. അപ്പോൾ മുഴുവൻ പരിപ്പ് വേണമെന്നില്ല കേട്ടോ, കുറച്ച് തിന്നായിട്ടാണ് വരേണ്ടത്, വളരെ തിക്കല്ല. അപ്പോൾ ഞാൻ ഇത്ര പരിപ്പിട്ടു. ഓക്കെ, അതിന് വെള്ളം ചേർക്കാം. പരിപ്പ് സ്മാഷ് ചെയ്തിട്ടുണ്ട് ഞാൻ, പിന്നെ ഒരിക്കൽ സ്മാഷ് ചെയ്യാം. അതിന് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി, പച്ചമുളക് നിങ്ങളുടെ ടേസ്റ്റിന് അനുസരിച്ചിട്ട് കമ്മിയും വേണമെങ്കിൽ ഇടാം. ഞാനിപ്പോൾ ഒരുവിധം പാകത്തിലേ ഇട്ടിട്ടുള്ളൂ, ഒരുപാടൊന്നും ഇട്ടിട്ടില്ല. അത് പച്ചമുളക് ഇട്ടു, ഇഞ്ചി ഇട്ടു. ഒരു മെയിൻ ഐറ്റം ഇവിടെ വയ്ക്കാൻ മറന്നു, മഞ്ഞൾപ്പൊടി. നമ്മൾ സാധാരണ ഏത് കറി ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്നതല്ലേ, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഉപ്പ്, അത് സ്വാദത്തിനനുസരിച്ചിട്ട്, കായം, കറിവേപ്പില. അതാ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇത്രയേ ഉള്ളൂ. ഇതൊരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള രസമാണ്. ഇത് ഒരു 5 പരിപ്പ് വേവിച്ചിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റിൽ ഉണ്ടാക്കാം നമുക്ക് കേട്ടോ. യു ഡോണ്ട് ഇവൻ നീഡ് അധിക സമയമൊന്നും വേണ്ട.
ഒരു തളി വന്നതും സീസൺ ചെയ്ത തളിക്കാൻ വെച്ച് ഇത് തളിക്കാൻ വെക്കുമ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ സൈഡ് ഡിഷ് ഞങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാം ഇതിലിട്ടിട്ടുണ്ട്. കൊത്തമല്ലി മാത്രമേ ഞാനിപ്പോൾ ഇട്ടിട്ടില്ല. ലൈമോ ലാസ്റ്റാണ് ഇടുന്നത്. അത് കാണിച്ചു തരാം. തളിക്കട്ടെ. നെക്സ്റ്റ് ഇപ്പോൾ ചെയ്യാൻ പോണത് കടലക്കറി. ഇതിൻ്റെ കൂടെ നമുക്ക് ഉണ്ണുമ്പോൾ നിങ്ങളിപ്പോൾ അവിയലൊക്കെ സൈഡിൽ കഴിക്കുന്നില്ലേ സാമ്പാറുടെ കൂടെ, അതേപോലെ ഈ രസത്തിൽ ഉണ്ണുമ്പോൾ നമുക്ക് ഈ കടലക്കറി ഉണ്ടെങ്കിൽ ഒരു വിധം കംപ്ലീറ്റ് ലഞ്ചിൻ്റെ ഒരു ഐറ്റം, ഒരു ഉപ്പേരിയോ ഇല്ലെങ്കിൽ പപ്പടമോ പൊട്ടാറ്റോ ചിപ്സ് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ തിരക്കിൽ നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് 5 മിനിറ്റിൽ ചെയ്യാം കേട്ടോ. ഇതാ ഒരേ ഒരു ടേബിൾ സ്പൂണാണ് കടലമാവ് എടുത്തിരിക്കുന്നത്. അത്രയും മതി. അതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിനെ മഞ്ഞപ്പൊടി ഇടണം കേട്ടോ. തൈരാണ് ഇത്, തൈരാണ്, സോറി, ഇത് പറയാൻ മറന്നു. മഞ്ഞപ്പൊടി ഇട്ടു, കായം ഇട്ടു, മുളക് വേണ്ടത്ര. ഞാൻ പറഞ്ഞില്ല ഇവിടെ കുറച്ച് സ്പൈസ് കൂടുതൽ കഴിക്കുന്നത് കൊണ്ട് ഞാൻ കുറച്ച് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. ഇത് ലംസ് ഒന്നും ഇരിക്കാൻ പാടില്ല കേട്ടോ. കടലമാവാണ്. കടലമാവ്, തൈര്, മഞ്ഞള് ഇട്ടിട്ട് ഇപ്പൊ എന്താ പറയാ മുളകും ഇഞ്ചിയൊക്കെ ഇട്ടു. ഉപ്പ് ഇടുന്നുണ്ട്. ഇതൊക്കെ സ്വാദത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ ടേസ്റ്റിനെ കറക്റ്റാക്കിയിട്ട് ഇത് ഞാനിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചു. 2 പാത്രം യൂസ് ചെയ്യുന്നതിന് ഈ പാത്രത്തിൽ തന്നെ ഈ രസം തളിക്കാറായി നമുക്ക്. അതിനുള്ള സീസണിങ്ങും ചെയ്തിട്ട് ഞാൻ ആ പാത്രത്തിൽ തന്നെ ഈ കടലക്കറി ഉണ്ടാക്കാൻ പോവാണ്. ഇതിപ്പോൾ കുതിരട്ടെ കടലമാവ്. ഇതിൽ ഉപ്പ്, പുളി, തൈരിട്ടത് കൊണ്ട് പുളി വന്നു. പച്ചമുളക്, ഇഞ്ചി ഇട്ടപ്പോൾ അതിലിത് താഴ്ച കൊട്ടാനാണ് വറുത്ത മുളക്, വറ്റൽ മുളക്, കറിവേപ്പില. ഇതിന് കൊത്തമല്ലി തല വേണ്ട. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്. പക്ഷേ ഇവൻ റൈസിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കൂടി ഉണ്ടായിട്ടോ നല്ല ടേസ്റ്റാണിത്. ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാം. ഇത് രസം തളിക്കാൻ തുടങ്ങി. 5 മിനിറ്റ് കൂടി ആയിട്ടില്ല. രസം തളിക്കാൻ തുടങ്ങി. ഞാൻ പാനിൽ കുറച്ച് നെയ്യിട്ടു. എന്നിട്ട് നമ്മുടെ യൂഷ്വൽ തളിച്ച് കൊട്ടാനുള്ള കടുക്, മുളക്, ഒരു ഇത്തിരി കൂടി കായം നമുക്ക് ഇനി ഒരു ഇത്തിരി തളിക്കുമ്പോൾ ഇട്ട ഒരു നല്ല ഇത് തളിക്കുമ്പോൾ നമ്മൾ മല്ലിത്തല ഇടും. അതിൽ ഇതിലേക്ക് എല്ലാം ആയി. ഓഫ് ചെയ്ത ശേഷമാണ് ഈ നാരങ്ങ പിഴിയണം കേട്ടോ. അപ്പോൾ ഒരു ഫ്രഷ് സ്മെല്ലുണ്ടാവും. താഴ്ച കൊട്ടിട്ട് ഓഫ് ചെയ്യുന്ന മുമ്പ് നമ്മൾ ഈ നാരങ്ങ പിഴിയും. പൊട്ടി ഇതിട്ടിപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഇതിട്ടതും ഇപ്പോഴാണ് ഈ നാരങ്ങ വിത്തില്ലാണ്ട് പിഴിയണം. രാജേഷിൻ്റെ അച്ഛനൊക്കെ ഉണ്ണുമ്പോഴും ഒരു ഫ്രഷായിട്ട് കുറച്ച് കൂടി ഈ നാരങ്ങ പിഴിയും. ഇത് കഴിഞ്ഞോ കടലക്കടിക്ക് ഇത് വെക്കാം. രസം റെഡിയാണ്. സെയിം പാനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒരുപാടൊന്നും വേണ്ട, കുറച്ച് വേണം. കടുക്, കൊണ്ടാട്ട മുളക് പറയില്ലേ, അതിട്ട ഇത്തിരി കൂടി വേണം. സാധാരണ മുളകും ഇടാം, നോ പ്രോബ്ലം. ഇഫ് യു ഡോണ്ട് ഹാവ് കൊണ്ടാട്ട മുളക് വീട്ടിലില്ലെങ്കിൽ
അത് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചതല്ലേ അതിലേക്ക് ബാക്കിയുള്ള തൈര് ഒഴിച്ച്, തൈരോ മോരോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യും. ഇത് കട്ടിയാവരുത്. നമുക്ക് ഒരേ ഒരു 1.5 ടീസ്പൂൺ ഇട്ടാലും മതി. ചെറിയ 2-3 ആൾക്കാരുള്ള വീട്ടിലായാൽ. ഞങ്ങളുടെ വീട്ടിലിപ്പോൾ ഞങ്ങൾ 10 ആളുണ്ട്. അപ്പോൾ ഇത് ഒരു വിധം വേണ്ടി വരും ഇത്ര. അപ്പോൾ കടലക്കറി റെഡി, തളിക്കാൻ തുടങ്ങി. അതിൻ്റെ തിക്നെസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ. ഞാനൊരു വിധം മീഡിയമാണ് ചെയ്യുന്നത്. ചിലവർക്ക് ഇനി കൂടി കുറച്ച് വെള്ളമാവണമെന്നുണ്ടാവും. അപ്പോൾ ഇത്തിരി കൂടി വെള്ളം ഒഴിക്കുക. മോര് ഒഴിക്കരുത് പിന്നെയും, ബിക്കോസ് ഒരുപാട് പുളിയായാലും ടേസ്റ്റ് ആവില്ലല്ലോ. സപ്പോസ് തീരെ പുളിയില്ലാത്ത മോറായ മോര് തന്നെ ഒഴിക്കുക കേട്ടോ. അപ്പൊ 2 ഐറ്റവും റെഡിയാണല്ലോ. ആ, രണ്ടും റെഡി. റെഡി ഉണ്ടെങ്കിൽ ഒന്നുമല്ലേ. അപ്പൊ ഇനി ഇത് ടേബിളിൽ വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പൊ കുക്ക് ചെയ്യാൻ കണ്ടുവല്ലോ. പക്ഷെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് കഴിക്കുക എന്നുള്ളതാണ്. ഏതായാലും ഇന്ന് കുറച്ച് കഴിച്ചിട്ട് ഇതിന്റെ ഒരു രീതി ഒന്ന് കാണിച്ചു തരാം, ഞങ്ങൾ കഴിക്കുന്ന രീതി. ഏതായാലും അപ്പൊ അതെ, സാധാരണ മംഗലാപുരത്തൊക്കെ വൈറ്റ് റൈസ് ആണ്. പക്ഷെ നമ്മൾ വീട്ടിൽ കൂടുതൽ ആൾക്കാരും കേരള സ്റ്റൈൽ ഈ റൈസ് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഇതാണ് കഴിക്കാൻ പോകുന്നത്. ലേശം എടുക്കുന്നുള്ളൂ ഇപ്പൊ, പിന്നെ നല്ലോണം കഴിക്കും. ഈ കുഴി ഉണ്ടാക്കിയത് വേറൊന്നുമല്ല. ഞാൻ കുഞ്ഞായിരിക്കുമ്പോണ്ടല്ലോ ഈ രസമൊക്കെ ഒഴിക്കുമ്പോൾ കുഴയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടും. അപ്പൊ എന്റെ മുത്തശ്ശിയും അമ്മയും മുത്തശ്ശനൊക്കെ പറഞ്ഞു തന്നാണ്, ഇങ്ങനെ എങ്ങോട്ട് ആക്കിയിട്ട് ഇവിടത്തെ ഇന്നത്തെ സൂപ്പർ സ്റ്റാർ രസം. എൻ്റെ വൈഫിനും അവർക്കൊക്കെ ഇഷ്ടം ഈ മുകളിലത്ത് ഇങ്ങനെ വെള്ളം വരെയുള്ള രസമായിട്ട് ഇങ്ങനെ കഴിക്കാനാണ്. പക്ഷെ എനിക്ക് ആ ദാലും കൂടി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ തിക്കായി എടുത്തിട്ട് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു ചെറിയ ഒരു ഡാം പോലെ ആക്കിയിട്ടുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട്, അപ്പോൾ കൂടുതൽ പുറത്തു പോവില്ല മിക്സ് ചെയ്ത്. അപ്പോൾ ആദ്യം രസം മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് അമ്മ പറഞ്ഞ പോലെ എനിക്കും എൻ്റെ അച്ഛനും നാരങ്ങ പിഴിയുടെ ഭയങ്കര ഇഷ്ടമാണ് ഈ രസത്തിൽ. ലേശം ഇട്ടു എൻ്റെ ആ ഫ്രഷ് ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇത് നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുക തന്നെ വേണം. ബിക്കോസ് ഇതൊരു വ്യത്യസ്തമായ ടേസ്റ്റാണ്, വളരെ ഹെൽത്തിയാണ്. വെജിറ്റേറിയൻസിന് നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നത് ദാൽ നിന്നാണ്. ഇതിൽ ധാരാളം ദാലുണ്ട്. പിന്നെ അടുത്ത സ്റ്റാർ കടി, കടലമാവ് വെച്ചിട്ടുള്ള സംഭവമാണ്. പക്ഷെ അമ്മ പറഞ്ഞതുപോലെ ഇത് ചോറിൻ്റെ കൂടെ കുഴച്ച് തിന്നാം, അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ സൈഡ് ഡിഷായിട്ട് ഇതിൻ്റെ കൂടെ ഇങ്ങനെ എടുത്ത് ഇതിലിങ്ങനെ മിക്സ് ചെയ്ത് അടിപൊളി. അതിൻ്റെ കൂടെ ഒരു കഷ്ണം പപ്പടം കൂടി ആയാലോ. യെസ്, അടിപൊളി. അപ്പൊ ഇത് എന്തായാലും ഈ 2 ഐറ്റം ഉണ്ടാക്കി നോക്കുക, കഴിച്ചു നോക്കുക. അതിന്റെ റിസൾട്ട് കമന്റ്സിൽ അറിയിക്കുക. അപ്പോൾ ടാറ്റ ഗുഡ് ബൈ പറയാനുള്ള സമയമായി. അപ്പോൾ കുക്കിംഗ് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കട്ട് സാറ് ആൻഡ് കടി, ഈ 2 ഐറ്റമാണ് അമ്മ അന്ന് കാണിച്ചു തന്നത് അല്ലമ്മ? 2 ഐറ്റമും 5 മിനിറ്റിനുള്ളിൽ റെഡി. കട്ട് ചെയ്യാൻ കൂടി ഒരു 5 മിനിറ്റേ മതി. സോ ടോട്ടൽ ഒരു 10 മിനിറ്റ്സിൽ ഞങ്ങൾക്ക് 2 കൂട്ടാൻ റെഡിയായി, ഉണ്ണാനും നമുക്ക് റെഡിയാവും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കഞ്ഞിവെള്ള രസത്തിന് ഭയങ്കര നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ അത് കാണാത്തവർ പോയി കാണുക. ഈ രസം ഉണ്ടാക്കി നോക്കുക, കുടിച്ചു നോക്കുക, ചോറിൻ്റെ കൂടെ കഴിച്ചു നോക്കുക. ഇപ്പോൾ കണ്ടുപോലെ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അത് കഴിച്ചു നോക്കുക, കടിയും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസായിട്ട് അമ്മ വീണ്ടും വരുന്നുണ്ടാവും. കീപ് വാച്ചിങ് രാജേഷ് ഹെബ്ബാർസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. കീപ് ലവിങ് us. Like, share, subscribe and press the bell icon. Till we meet again. Love you. Bye-bye.